റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും ഈ പ്രസ് മീറ്റിൽ അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ഉണ്ടാകും എന്നെനിക്ക് അറിയാവുന്നത് ഉണ്ടാവണമല്ലോ, കാരണം അതാണല്ലോ നാട്ടു നടപ്പാകും എന്നെനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ആദ്യം ഞാൻ സംഘാടകരോട് പറഞ്ഞത് ഫോഴ്സ കൊച്ചിയുടെ പ്രസ് മീറ്റ് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ അവർക്ക് അവസരമുണ്ടാകണം, ഉത്തരം പറയാൻ എനിക്ക് സമയവും ഉണ്ടാകണം. ഉറപ്പായിട്ടും ഓക്കെ, അങ്ങനത്തെ ഒരു അവസരം തന്നിരിക്കുന്നു, ഉത്തരം പറയൂ സാർ. കാരണം ഒരുപാട് മീഡിയക്കാർ സാറിൻ്റെ ഒരു ആൻസറിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ട എല്ലാവരും സോഷ്യൽ മീഡിയ വഴി തന്നെയാണ് പ്രതികരിച്ചത്. കുറച്ച് ആൾക്കാരൊക്കെ അവരുടെ വീട്ടിൽ പോയി പല റിപ്പോർട്ടേഴ്സിനും തൂക്കിയിട്ടുണ്ട്. കാരണം റിപ്പോർട്ടേഴ്സിന് ഇതൊരു ഉത്സവ കാലമാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും വാക്ക് കേൾക്കാം. അതിനുശേഷമേ അടുത്ത പരിപാടി ഷെഡ്യൂൾ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നു. ചോദിച്ചോളൂ. ഇന്നിങ്ങനൊരു പ്രസ് മീറ്റ് ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഒരു ജനറിക്കായ ഒരു സോഷ്യൽ മീഡിയ സ്റ്റേറ്റ്മെന്റിലൂടെ പ്രതികരിക്കേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചത്. വെരി ഗുഡ്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ചില നടന്മാരൊക്കെ എന്തെങ്കിലുമൊക്കെ പറയണം എന്ന് വെച്ചിട്ട് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ഫേസ്ബുക്കിലൊരു പോസ്റ്റോ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി ഇട്ട് വേഗം മുങ്ങാണ് പതിവ്. പക്ഷേ ഒരു റെലവൻ്റ് ആയിട്ടൊരു കുറേ ക്വസ്റ്റ്യൻസും ആൾക്കാരുടെ കുറേ സംശയങ്ങൾക്കുള്ള മറുപടി ഒരു പ്രസ് മീറ്റിൽ വന്ന് ചോദിക്കുന്ന സമയത്ത് പൃഥ്വിരാജ് വേറെ ലെവലൊക്കെ ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. ഓക്കെ, പിന്നെ കുറേ ന്യൂസ് ചാനൽസൊക്കെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി നിൽക്കുക, അല്ലെങ്കിൽ കുറേ ന്യൂസിലെ അവതാരകരും ആങ്കേഴ്സൊക്കെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി നിൽക്കുന്ന പോലത്തെ ബിഹേവിയർ എനിക്ക് തോന്നുന്നു. പക്ഷേ അത് ആ ഒരു പാർട്ട് ഓഫ് അവരുടെ ജോബാണ്. എങ്കിൽ പോലും പലതും കുത്തി ചോദിക്കുന്ന സമയത്തും മുട്ടുകയാണ്. ഓക്കെ, എന്തായാലും പൃഥ്വിരാജ് പോലത്തെ ഒരു കാര്യത്ത് മുന്നോട്ട് വന്നതിൽ ഒരുപാട് ബഹുമാനം നേടും. രാജു, സിനിമാ മേഖല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം തുടർച്ചയായിട്ട് വിക്കറ്റുകൾ ഓരോന്നായിട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ എങ്ങനെ മറികടക്കും? ഇത് സിനിമാ മേഖലയിലെ എങ്ങനെ ബാധിക്കും? സൂപ്പർ സ്റ്റാറുകളെ എങ്ങനെ ബാധിക്കും? അറിയില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെന്തിനാ ഞങ്ങൾക്ക് ഇവിടെ മൈക്കിയും മുടിച്ചിരിക്കണത്? എങ്ങനെ ബാധിക്കണമോ അങ്ങനെ തന്നെ ബാധിക്കണം. ഇത് ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ പഴുതടച്ചുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകണം. അന്വേഷണത്തൊടുവിൽ കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെട്ടാൽ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം. എന്തായാലും ബിഗ് രാജുവേട്ടൻ എല്ലാവരും ഇതേപോലെ ബാക്ക് ടു അവർ ഒരു പ്രസ് മീറ്റ് നടത്താൻ ആഗ്രഹിക്കുന്നു. കാരണം എല്ലാവരും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ട് പോകാറാണ് പതിവ്. പക്ഷേ രാജുവേട്ടൻ തീർച്ചയായും വ്യത്യസ്തമായി തൻ്റെ ഭാഗം വളരെ ക്ലിയറായി വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്നു. ഒരുപാട് സന്തോഷം. എനിവേ ലൈക്ക് അടിക്കാം.